നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് തൃശ്ശൂരിൻ്റെ സംഭാവനകളായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ലീഡർ കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട് കണ്ണൂരാണെങ്കിലും കർമ്മമണ്ഡലമാക്കിയത് തൃശ്ശൂരാണ്. സമ്പന്നമായ ആ നേതൃനിരയിലെ കരുത്തുറ്റ കണ്ണിയായ ഒരു നേതാവ് ശതാഭിഷേകത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ്. 84 നിറവിൽ നിൽക്കുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണനാണ് മുഖാമുഖത്തിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. കേവലം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കളത്തിൽ ഒതുക്കി നിർത്താവുന്ന ഒരു നേതാവല്ല ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം വിപുലമാണ്. ഗ്രന്ഥശാല പ്രവർത്തകൻ, കലാസാംസ്കാരിക പ്രവർത്തകൻ എന്നിങ്ങനെ പല രീതിയിലും, അഭിഭാഷകൻ എന്നിങ്ങനെ പല രീതിയിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേ എങ്ങനെയാണ് സ്വയം അടയാളപ്പെടുത്തുന്നത്? ഞാനൊരു പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു മാതൃകാ സാമൂഹ്യ പ്രവർത്തകൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാ രംഗത്തും തൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്ക് സന്നദ്ധമായിരിക്കണം. ഏതെങ്കിലും ഒരു കള്ളിയിൽ മാത്രം ഒതുക്കി നിൽക്കാവുന്ന ആളില്ല ആ വ്യക്തിത്വം എന്ന അഭിപ്രായക്കാരന്. അതുകൊണ്ട് ചെറുപ്പം മുതലേ വിവിധ വിഷയങ്ങളിൽ മനുഷ്യ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എന്നാലാവുന്ന ഇടപെടലുകൾ ചെയ്യും. എൻ്റേതായിട്ടുള്ള അഭിപ്രായഗതി അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് പല മുഖവും എനിക്കുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായില്ലെങ്കിൽ അങ്ങ് ആരാകുമായിരുന്നു? ഞാനിന്നും രാഷ്ട്രീയക്കാരൻ മാത്രമല്ലല്ലോ, ഞാൻ പലതുമാണ്. പക്ഷേ ചിലത് പ്രൊജക്റ്റ് ചെയ്യുന്നു. ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനവും ജനപ്രതിനിധിയുമായതുകൊണ്ട് എന്നെ കുറേ ആളുകൾ രാഷ്ട്രീയക്കാരൻ എന്ന് പറയും. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞാനൊരു സ്കൂൾ മാനേജരാണ്. അപ്പോൾ അവിടുത്തെ അധ്യാപകരും കുട്ടികളും കാണുന്നത് എന്നെ മാനേജറായിട്ടാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നു, സംസാരിക്കുന്നു. അവരെന്നെ കാണുന്നത് വേറൊരു തരത്തിലാണ്. ഇതെല്ലാം കൂടുമ്പോഴാണ്, ഇതെല്ലാം മനുഷ്യൻ്റെ വിവിധ വശങ്ങളല്ലേ, അതിനെല്ലാം അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞാലേ നമുക്ക് ജനങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കാൻ പറ്റും. 30 വർഷം MLA ആയിരുന്നു. ഈ കാലയളവിൽ വളരെ കുറച്ച് കാലഘട്ടം മാത്രമാണ് സ്പീക്കറായിട്ട് ഇരിക്കാൻ പറ്റിയത്. പക്ഷേ ആ കർമ്മരംഗത്ത് താങ്കളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും കഴിഞ്ഞു. ഈ പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തുമൊക്കെ അർഹമായ അംഗീകാരങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അർഹമായ അംഗീകാരം നോക്കുക തീരുമാനിക്കുന്നത് നമ്മളല്ല. ഞാൻ എൻ്റെ അർഹമായ അംഗീകാരം എന്ന് തീരുമാനിച്ചാലല്ലേ അത് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റും. അത് ലോകം പറയേണ്ടത്. എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ പരമാവധി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ള അർഹത മറ്റുള്ളവർ തീരുമാനിക്കരുത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാമുദായികപരമായ ഘടകങ്ങൾ അതെല്ലാം ഈ മറ്റ് രംഗത്തേക്ക്, സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ ഉള്ള കടന്നുവരവിന് പ്രതികൂലമായി ഭാവിച്ചിട്ടുണ്ടോ? ഞാനതിനെ പറ്റിയത് വറീഡല്ല. എനിക്കങ്ങനെ ഒരു ക്രേസില്ല ആ കാര്യത്തിൽ. മന്ത്രിയായില്ല എന്നുള്ള ഖേദമില്ല. കാരണം 30 കൊല്ലത്തെ പ്രവർത്തനത്തെ കൊണ്ട് ഈ പദവികളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പദവികൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം എൻ്റെ ഭാഗത്തു നിന്നില്ല. ജനസേവനത്തിനുള്ളൊരു മാർഗമായിട്ട് ജനപ്രതിനിധിയാവുക നല്ല കാര്യമാണ്. അതുകൊണ്ട് പലതും ചെയ്യാനും പറ്റി. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ആളുകളുടെ താല്പര്യമനുസരിച്ചും കുറെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ മന്ത്രിയോ ഉത്തരവാദപ്പെട്ട പദവികളോ ആണെങ്കിൽ നമ്മൾ ചുരുങ്ങിപ്പോയേനെ. കാരണം എല്ലാം നോക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് ആയില്ല എന്നതിനെക്കുറിച്ച് പരാതിയില്ല. ആയതിനോട് നീതി ചെയ്തു എന്ന വിശ്വാസമാണ് എനിക്ക്. ഈ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് കൈപിടിച്ചുയർത്താൻ ആരെങ്കിലും ഒക്കെ വേണം, ഈ ഗോഡ് ഫാദർമാർ എന്നൊക്കെ ഉള്ള പ്രയോഗമുണ്ട്. താങ്കൾക്ക് അങ്ങനെ കൈപിടിച്ചുയർത്തി എന്നൊന്നും പറഞ്ഞെങ്കിലും താങ്കളെ കൈപിടിച്ച് നടത്തിയവരെ എങ്ങനെയാണ് ഈ വേളയിൽ ഓർക്കുന്നത്? അല്ല, സ്വതവേ കുട്ടിക്കാലം മുതലേ പല നേതാക്കളുമായിട്ട് ഞാൻ അടുപ്പാണ്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ രംഗത്തുമുള്ള നേതാക്കളായിട്ട് ഞാൻ അടുപ്പത്തിലാണ്. അവരെ പറ്റിയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും പിന്നാലെ പോകുമ്പോൾ ഏതെങ്കിലും ഒരാളോട് അടിമകളാവുകയും ചെയ്തിട്ടില്ല.
എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആ പ്രായത്തിനെയും കഴിവിനെയും മാനിക്കും, അതാരായാലും. ഈ തുടർച്ചയായിട്ട് 25 വർഷം, അതുകൂടാതെ മൊത്തം 30 വർഷം തൃശ്ശൂരിൻ്റെ MLA ആയിരുന്നു. ഈ തൃശ്ശൂരിനെ കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ എന്തൊക്കെ അങ്ങേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ആദ്യം വരുമ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയാണ്. ഒരു 4-5 കിലോമീറ്റർ ചുറ്റുപാടുള്ള ഒരു സ്ഥലം. എന്നാൽ ഇന്ന് അതൊരു കേരളത്തിലെ ഏത് കോർപ്പറേഷനേക്കാൾ കടപിടിക്കാവുന്ന വലിയ നഗരമായിട്ട് മാറി. അതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ എല്ലാ രംഗത്തും എൻ്റെ കയ്യൊപ്പുണ്ട്. കൊച്ചു തൃശ്ശൂരിനെ വലിയ തൃശ്ശൂരാക്കി മാറ്റുന്ന ആ പ്രക്രിയയിൽ നിർണായകമായ സമയത്ത് വലിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ആ ഇടപെടലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പദ്ധതികൾ ലക്ഷ്യം നേടാതെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇപ്പോൾ വികസന പദ്ധതികൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ താവട്ടത്തിലുണ്ടായിരുന്ന തൃശ്ശൂർ കോർപ്പറേഷനായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വികേന്ദ്രീകരണ വികസനം വളരെ സാധിച്ചു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തെക്കൻ ഭാഗത്ത് കുറുക്കഞ്ചേരി ആ മേഖല, നഗരത്തിൻ്റെ പുറത്താണ് മെട്രോ പാലം, ചെറിയൊരു ഇടുങ്ങിയ പതായിരുന്നു. അത് വികസിപ്പിച്ചോടുകൂടിയിട്ട് ആ റോഡിൻ്റെ പ്രാധാന്യം കൂടി. അതേപോലെ അരണാട്ടുകര വഴി ഒരു ഓൾട്ടർനേറ്റീവ് റോഡ് വന്നതോട് കൂടിയിട്ട് കൊടുങ്ങല്ലൂരും അമ്മാടത്തേക്കും ടൗണിൽ കൂടി പോവാത്തൊരിത് പറ്റി. ശക്തൻ ദിക്കിലാണെങ്കിൽ, നഗറിലാണെങ്കിൽ, ബസ് സ്റ്റാൻഡിലാണെങ്കിൽ കണ്ണംകുളങ്ങര വരി ആരും വിട്ടുകൂടിയിരിക്കെ ഒരു റോഡ് വന്നതോട് കൂടിയിട്ട് അത് വികസിച്ചു. ഈ ഭാഗം അങ്ങനെ. ഇനി വടക്കൻ ഭാഗമാണെങ്കിൽ അശ്വിനി ജംഗ്ഷൻ മുതൽ കരുണാകരൻ നമ്പ്യാർ റോഡ് വികസിച്ചു, ആ ഭാഗത്തേക്ക് വികസിച്ചു. ഇങ്ങനെ എല്ലാ ഭാഗത്തും. ഇപ്പം ഒരു കാലത്ത് പൂങ്കുന്നം കഴിഞ്ഞാൽ പാടണം. ഇപ്പം പൂങ്കുന്നം നഗരത്തിനേക്കാൾ വലിയ ഏറ്റവും അധികം പുരോഗതി ഉണ്ടായ ഒരു സോൺ എന്ന് പറഞ്ഞാൽ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിലാണ്. അതിന് ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നഗരം വളരെ വിശാലമായി മാറി കാര്യങ്ങൾ ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞാൽ ലോ കോളേജ് തൃശ്ശൂരിലുണ്ടായിട്ടില്ല, നമ്മുടെ മുൻകൈയെടുത്ത് ചെയ്തു. അതുപോലെ സംഗീത കോളേജ്, 100 കൊല്ലം പ്രായമായിട്ടുള്ള സംഗീത വിദ്യാലയം, അതിലത്തെ അടച്ചുപൂട്ടൽ ഭീഷണി എന്ന കാലത്ത് അതിനെ ഒരു കോളേജായിട്ട് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ അതൊരു കോളേജാണ്. അതിനുള്ള സൗകര്യങ്ങൾ മുഴുവനായിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ കോളേജായി എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ്, പുതിയ കോഴ്സുകൾ, പുതിയ കെട്ടിടങ്ങൾ. കുട്ടല്ലൂർ കോളേജ് ഒരു ആർട്സ് കോളേജ് മാത്രമായിരുന്നു അന്ന്. നമ്മുടെ കാലത്ത് സയൻസ് സബ്ജക്ട്സ് കൂടി ഇപ്പോൾ സയൻസ് ആൻഡ് ആർട്സ് കോളേജായിട്ട് മാറി. ഉള്ള കോളേജുകളെ വികസിപ്പിച്ചെടുക്കാനും, അതുപോലെ ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട 90% ഹൈസ്കൂളിലെയും +2 ആയിട്ട് മാറ്റി. ഇത്തരം വികസന നേട്ടങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സാധ്യതകൾ വളരെ വിപുലീകരിച്ചു. ഇനി ഞാൻ ലൈബ്രറി പ്രവർത്തനമായിട്ട് പ്രവർത്തിച്ചാണ്. തൃശ്ശൂർ നിന്നുള്ള എല്ലാ ലൈബ്രറികളിലും MLA ഫണ്ടിൽ നിന്ന്, വികസന ഫണ്ടിൽ നിന്ന് കാശ് ചിലവാക്കി എക്സ്റ്റൻഷൻ കെട്ടിടമോ അല്ലെങ്കിൽ സ്വന്തമായ കെട്ടിടം ഉണ്ടാക്കി. പബ്ലിക് ലൈബ്രറി ടൗൺ ഹാളിലായിരുന്നു. നമ്മൾ സർക്കാരുമായിട്ട് ഇടപെട്ട് സർക്കാരിൻ്റെ PWDയുടെ സ്ഥലം വാങ്ങി വികസന ഫണ്ടിൽ നിന്ന് 1,60,00,000 രൂപ മുതൽ മുടക്കിയിട്ടാണ് പുതിയ സ്ഥലത്ത് കെട്ടിടം പൂർത്തീകരിച്ചിട്ടില്ല. പിന്നീട് വന്ന ആളുകളും സഹായിച്ചു. ഇന്നിപ്പോൾ അത് പക്ക ബിൽഡിംഗ് ആയിട്ട് മാറും. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് വലിയൊരു നേട്ടമാണ് തൃശ്ശൂർ നഗരത്തിന് അത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആയിപ്പോയി. പിന്നെ വിജ്ഞാന സാഗർ പദ്ധതി രാമപുരം പോലത്ത്
അന്നത്തെ ജില്ലാ പഞ്ചായത്ത് സഹായത്വം അവർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. ആ സമയത്ത് സർക്കാരിൽ ഇടപെട്ട് ഞാൻ സ്പീക്കറാണ്, സ്ഥലം വാങ്ങിക്കൊടുത്തു. അവിടെ കുട്ടികളുടെ ശാസ്ത്രാഭിമുഖ്യമുണ്ടാക്കാനുള്ള പല പദ്ധതികൾക്കും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുതിയൊരു കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഓരോ രംഗം നോക്കിയാലും ഭാവിയിലേക്ക് ഗുണപ്രദമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും. ഇപ്പം മെഡിക്കൽ കോളേജ് തന്നെ തുടങ്ങിയത് മണ്ണുത്തിയിലാണ്, പിന്നെ തൃശ്ശൂർ ജില്ലയിലേക്കായി. സൗകര്യങ്ങളില്ല. മുഴുവൻ സ്ഥലം കിട്ടിയെങ്കിലും അവിടേക്ക് മാറ്റി നടണില്ല. ആ സമയത്ത് നമ്മൾ സ്പീക്കറായിരുന്ന സ്ഥലത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി മോണിറ്ററിങ് ഓരോ മാസം നടത്തി സമയബന്ധിതമായി അതിനെ അവിടെ ആരംഭിച്ചു. ആദ്യം ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം സൗകര്യങ്ങളില്ല. പക്ഷേ യാഥാർത്ഥ്യമായി വന്നപ്പോൾ വികസനം വന്നു. ഇന്ന് ഒരു ഫുൾ ഫ്ലഡ് ഹോസ്പിറ്റലായിട്ട്. തീർച്ചയായിട്ടും ഭാവിയിലേക്കുള്ള ഒരുപാട് നേട്ടങ്ങളെ കരുതി വയ്ക്കാനും നമുക്ക് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൂമലയ്ക്കുള്ള റോഡ്, കുറ്റൂർ പൂങ്കുന്നം റോഡ്, ഓരോ ഭാഗത്തും റോഡുകളുടെ വികസനം, ഈ കാര്യങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ അതിലേറെ വലിയൊരു കാര്യം, ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഒരേ കുടക്കീഴിലാക്കി അതിനൊക്കെ ഓരോ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി. ഉദാഹരണമായിട്ട് കൃഷി ഓഫീസുകളൊക്കെ ഒരുമിപ്പിച്ച് ചെമ്പൂക്കാവിൽ എഗ്രികൾച്ചറൽ കോംപ്ലക്സ്, പൂത്തോളിലെ സെയിൽസ് ടാക്സ് കോംപ്ലക്സ്, രജിസ്റ്റർ ഓഫീസിലെ പുതിയ കെട്ടിടം, അതുപോലെ തന്നെ ഈ പാലസ് റോഡിലുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പുതുക്കിപ്പോണം. അതുകൊണ്ട് എന്ത് വെച്ചുണ്ടായിച്ചാൽ കോടിക്കണക്കിന് രൂപ സർക്കാരിന് വർഷം തോറും വാടക കൊടുത്തിരുന്ന ലാഭമായി. ജീവനക്കാർക്ക് വളരെ സൗകര്യപ്രദമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടായി. അങ്ങനെ ഒരു പ്രവർത്തന ശൈലി അങ്ങ് സ്വീകരിച്ചു. അത് പലരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് ദീർഘവീക്ഷണത്തോടെ മിനി സിവിൽ സ്റ്റേഷൻ, ഇപ്പം സർക്കാർ ഓഫീസുകൾക്ക് വാടക സ്ഥലം അന്വേഷിക്കേണ്ട എന്നൊരു സ്ഥിതിയിലേക്ക് 90% വളർത്തിയത് നമ്മുടെ കാലത്തിൻ്റെ പ്രവർത്തനം. അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയാണ് അങ്ങ് സ്വീകരിച്ചത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. കാലഘട്ടത്തിനനുസരിച്ച് അതൊക്കെ സ്വാഭാവികമാണ്. ഈ രംഗത്ത് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന യുവതലമുറയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? യുവതലമുറ എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ, ഈ വെറും മൊബൈൽ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുക, അത് കൊള്ളാം, കാലഘട്ടത്തിൻ്റെ കാര്യം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതാണ് ആവശ്യം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വെറും സോഷ്യൽ മീഡിയ രാഷ്ട്രീയം കാര്യമില്ല. ദൗർഭാഗ്യവശാൽ ഇന്ന് സോഷ്യൽ മീഡിയ രാഷ്ട്രീയം ഉപരിപ്ലവമായ പ്രവർത്തനം, തേജോവധം ചെയ്യാൻ ആവശ്യമില്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്ന നെഗറ്റിവിറ്റിയാണ് പ്രവർത്തനം. പോസിറ്റീവായിട്ട് വേണമെങ്കിൽ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിലേ ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടും. നമ്മൾ വീണ്ടും ഈ തൃശ്ശൂരിലേക്ക് വന്നാൽ കഴിഞ്ഞ ഏതാണ്ടൊരു 9 വർഷത്തോളമായി ഒരു വിരലിൽ എണ്ണാവുന്ന MLA UDFന് ഉള്ളൂ. അങ്ങനൊരു സ്ഥിതിവിശേഷം തൃശ്ശൂരിൽ ഉണ്ടായതോടുകൂടി സംസ്ഥാനത്ത് തന്നെ UDFന് ഭരണം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പലപ്പോഴും പല നേതാക്കന്മാരും പറയാറുള്ളത് തൃശ്ശൂരിൽ ജയിച്ചാലേ നമുക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയുള്ളത്. എവിടെയാണ് തൃശ്ശൂരിൽ നേതൃത്വത്തിന് പിഴച്ചിട്ടുള്ളത്? അതിപ്പോൾ നേതൃത്വത്തിന് പിഴച്ചൊന്നും ഞാൻ പറയുന്നില്ല. എല്ലായിടത്തും പിഴച്ചമാരും ഇവിടെയും പിഴച്ചു. അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ.
ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ ഏത് രീതിയിൽ പ്രവർത്തന ശൈലിയിലൊക്കെ മാറേണ്ടിയിരിക്കുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഒരു കാലത്ത് രാഷ്ട്രീയം മാത്രം നോക്കി ഏതാളെ നിർത്തിയാലും വോട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന കുറേ ആളുണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്ന് ആളുകൾ വിവേചനാശക്തി കൂടി. ഒരു പാർട്ടിക്കും ഇപ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ മാത്രം പേരിൽ ജയിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ ആദർശം പറയെങ്കിലും ഒരാളും തിരഞ്ഞെടുപ്പെടുത്താൽ അവർ വോട്ട് കിട്ടാൻ വേണ്ടി ആരെയും സമീപിക്കും. അങ്ങനെ മാറി. പണ്ടതല്ല. പണ്ട് ഓരോരുത്തരും ഒരു ആദർശ പ്രതിബദ്ധത ഉണ്ടായിരുന്നു. ഇന്ന് ആദർശമല്ല, അവസരവാദ പ്രതിബദ്ധതയാണ്. ഈ നേതാക്കന്മാർക്കിടയിലൊക്കെ കാണുന്ന ഐക്യം അത് താഴെത്തട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്? കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര അടക്കമുള്ള മണ്ഡലങ്ങളിലുണ്ടായ തോൽവി നമ്മളൊന്ന് വിലയിരുത്താൻ. അല്ല, അത് സങ്കീർണ പ്രശ്നം. അതിപ്പം ഒരാളുടെ കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശീലിച്ച ഒരു പ്രവർത്തന ശൈലി താഴെത്തട്ടിൽ നിന്നാണ്. അവരുമായി അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുക. വിളിച്ചാൽ വരുന്ന ഒരാൾ, പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, പറ്റിയാൽ സഹായം ചെയ്യുന്ന ഒരാൾ, അതാണ് ആളുകൾക്ക് ഇഷ്ടം. കഴിഞ്ഞ ഈ UDF യോഗത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് തൃശ്ശൂരിലെ നേതാക്കന്മാരോട് പറയുന്നത് കേട്ടു, നിങ്ങൾ എറണാകുളത്തെ കണ്ടുപഠിക്കുക, ഞങ്ങളവിടെ എത്ര ഭംഗിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ തൃശ്ശൂരിലെ നേതാക്കന്മാരെ എവിടെ നിന്നെങ്കിലും പഠിക്കേണ്ടതുണ്ടോ? തൃശ്ശൂരിൽ മാറ്റം വരാൻ അങ്ങയുടെ ഭാഗത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അല്ല, ഞാനിപ്പോൾ ഏതായാലും ഇപ്പം അതല്ലോ സംസാരം. രാഷ്ട്രീയത്തിൽ വലിയ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇന്നത്തെ ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ജനകീയ അംഗീകാരം കിട്ടാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സാധ്യമല്ല. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ അല്ല, സകല പാർട്ടികൾക്കും വന്നിട്ടുള്ള ഒരു മൂല്യച്യുതിയാണ്. ഇവിടെ നിന്നല്ല, ലോകത്തിലെല്ലായിടത്തും. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ വലിയ ശാക്തിക ശരിയാണ്. ഒരാഴ്ച കൊണ്ട് ഭസ്മാക്കെന്ന് പറഞ്ഞു, കൊല്ലം കഴിഞ്ഞു, എന്തുണ്ടായി? ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ പേടിക്കേണ്ട സ്ഥിതിയാണ്. അമേരിക്ക സ്ഥിതി എന്താ? അവൻ ചുരുക്കി പറഞ്ഞാൽ ലോക ഭരണക്രമം ഒക്കെ മാറും. അതായത് ഈ രാഷ്ട്രീയ രംഗത്ത് പ്രത്യയശാസ്ത്രപരമായ ഒരു അടിത്തറയ്ക്ക് അപ്പുറം ഈ പ്രായോഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അപകടമാണ്. പ്രാധാന്യം വന്നു. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ആ കാലഘട്ടത്തിലാവുമ്പോൾ ആളുകൾ വിചാരിക്കുക സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ വലിയ പുരോഗതിയുണ്ട്, വലിയ കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആളിലെന്തായി വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിന് എന്ത് കിട്ടും, കുറച്ച് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിന് എന്ത് കിട്ടുന്നതായി, ഇപ്പോൾ അവനവനെന്ത് കിട്ടുന്നതാണ്. എന്തായാലും നമ്മളിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് നിലമ്പൂരിലെ സ്ഥിതി? അങ്ങ് എല്ലാം സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ആളാണല്ലോ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ തലത്തിലൊരു അഴിച്ചുപണിയൊക്കെ നടന്നു. നേതൃതലത്തിൽ പുതിയ KPCC അധ്യക്ഷനൊക്കെ വന്നു. അതൊക്കെ ഗുണപരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? എപ്പോഴും ഒരു ചേഞ്ച് അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടല്ലോ. പിന്നെ അവിടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണല്ലോ. കാരണം നിലമ്പൂർ ബേസിക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തിരഞ്ഞെടുപ്പുകളിൽ അവർ ജയിച്ച് തന്നെ ഇവിടുന്ന് ആളുകളെ കാലുമാറ്റിക്കൊണ്ടിട്ട് കോൺഗ്രസ്സുകാരെ കാലുമാറ്റി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇടതുപക്ഷം ജയിച്ചത്. ഈ 9 കൊല്ലവും അവരെ ഉപയോഗിച്ച് നടന്ന് ഇപ്പം അവരെ എതിർക്കുന്ന ഒരു സ്ഥിതി വന്നു. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പോൾ ആളുകൾ വിലയിരുത്താൻ വളരെ വ്യക്ത, പ്രചരണം കൊണ്ട് പലതും പറയും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് UDF ഒറ്റക്കെട്ടായി നിന്നാൽ ജയിക്കാവുന്ന മണ്ഡലമാണ് നിലമ്പൂർ. എന്തായാലും ചരിത്രവും രാഷ്ട്രീയവും വർത്തമാനവും ഒക്കെ പങ്കുവച്ച ഒരു മുഖാമുഖമായിരുന്നത് ശ്രീ തേരമ്പിൽ രാമകൃഷ്ണൻ. അദ്ദേഹം ശതാഭിഷേകം നിറവേറ്റുകയാണ്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു.